ഞങ്ങളെ BJP സ്നേഹികളാക്കി. മുൻ കേരള കോൺഗ്രസ് എം നേതാവ് വീടിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിലെ ഈ വാക്കുകളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. പത്തനംതിട്ട തിരുവല്ല നിരണം സ്വദേശി സുരോജ് ജേക്കബാണ് പാർലമെന്റ് വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിന് തൊട്ടടുത്ത ദിവസം വീടിന് മുന്നിൽ BJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിന് പിന്നാലെ UDF മണ്ഡലം മുൻ കൺവീനർ കൂടിയായ സുരോജ് ജേക്കബ് BJP അംഗത്വവും സ്വീകരിച്ചു. നിങ്ങൾ ഞങ്ങളെ BJP സ്നേഹികളാക്കി. കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവായിരുന്ന സുരോജ് ജേക്കബിനോട് നിങ്ങളെങ്ങനെ BJP ആയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയും: ഇടത് വലത് മുന്നണികളുടെ കപട രാഷ്ട്രീയം, ക്രൈസ്തവ വിഭാഗങ്ങളോടുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും അവഗണന, ഓർത്തഡോക്സ് കത്തോലിക്ക സഭാ നേതൃത്വങ്ങൾ അഭ്യർത്ഥിച്ചിട്ടും വഖഫ് ഭേദഗതി ബില്ലിനെ ഇടത് വലത് മുന്നണി MPമാർ അനുകൂലിക്കാത്തതിലെ പ്രതിഷേധം, വഖഫ് ഭേദഗതി ബിൽ നടപ്പാക്കാൻ NDA സർക്കാർ കാട്ടിയ നിശ്ചയദാർഢ്യം, മുനമ്പം ജനതയോടുള്ള ഐക്യദാർഢ്യം, ഇതെല്ലാം ചേർന്നപ്പോൾ താൻ BJP സ്നേഹിയായെന്ന് സുരോജ് ജേക്കബ് പറയുന്നു. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലതുപക്ഷവും ഇടതുപക്ഷവും ശക്തമായി എതിർക്കാൻ ശ്രമിച്ചുകൊണ്ട് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നിശ്ചയദാർഢ്യത്തോടുകൂടി താൻ എന്താണ് ചെയ്യുന്നത് എന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടി അദ്ദേഹം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി കൂടെ നിന്നവരാണ്. തിരിച്ചൊരു ചോദ്യം, അവർക്കൊരാവശ്യം ഉണ്ടായപ്പോൾ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ എത്ര പേർ തയ്യാറായി? തീർച്ചയായും BJP മാത്രമേ, വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ കണ്ടില്ല. കാരണം എനിക്കൊരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാതെ മാറി ഒളിച്ചുകളി നടത്തുന്ന അതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. നിങ്ങൾ കണ്ടു, മുനമ്പത്തെ ജനങ്ങളോടൊപ്പം പുരോഹിതന്മാരും എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും തിരുമേനിമാർ നെഞ്ചത്തലച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ട് പോലും അതിനെ പുല്ലിന്റെ വില കൽപ്പിക്കാതെ മുന്നോട്ട് പോയ ഇടതിനും വലതിനും ഇനിയും അവരുടെ കൂടെ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന സ്ഥിതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ BJPയിലേക്ക് മാറിയത്. അതിലെനിക്കധികം വളരെ അഭിമാനമുണ്ട്. വഖഫ് ഭേദഗതി ബിൽ പാസ്സായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സുരോജ് ജേക്കബ് വീടിന് മുമ്പിൽ ഫ്ലക്സ് സ്ഥാപിച്ചത്. ഈ ചിത്രം നിരണത്തെ പ്രാദേശിക BJP പ്രവർത്തകർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇത് പിന്നീട് BJP സംസ്ഥാന മീഡിയ സെൽ കൺവീനർ അനൂപ് ആന്റണി ഷെയർ ചെയ്തതോടെയാണ് സംഭവം സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ചർച്ചയായത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ജനറൽ സെക്രട്ടറി ഷോൺ ജോർജ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റ് ഷെയർ ചെയ്തു. കഴിഞ്ഞ ദിവസം BJP പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ VA സൂരജിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുരോജ് ജേക്കബിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് BJP അംഗത്വം നൽകി. മുനമ്പത്ത് മാത്രമല്ല, എല്ലായിടത്തും ഈ ഭൂമി വഖഫിന്റെ ആണെന്ന് പറഞ്ഞ് സാധാരണക്കാരനെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സമീപനമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാമാന്നൊരു അക്ഷരം ഇവിടുത്തെ ഇടത് വലത് MPമാർ ഇവിടെ പറയുന്നില്ല, ഇടത് വലത് മുന്നണികൾ പറയുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയും മോദി സർക്കാരും മാത്രമാണ് ഈ പാവങ്ങൾക്കൊപ്പം ഇപ്പം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ധാരാളം ന്യൂനപക്ഷ വിഭാഗങ്ങൾ പാർട്ടിയുടെ ഭാഗമായിട്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയൊരു മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സുരോജ് 15 വർഷം മുൻപാണ് നാട്ടിൽ തിരികെ എത്തിയത്. തുടർന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം മണ്ഡലം സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, UDF മണ്ഡലം കൺവീനർ, ഇരതോട് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി ട്രസ്റ്റി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ജനം, പത്തനംതിട്ട.